നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തമിഴ്നാട് ഘടകം BJPയുടെ അധ്യക്ഷനാണ് അന്നാമലൈ. മുൻ IPS ഉദ്യോഗസ്ഥനായ അന്നാമലയുടെ രാഷ്ട്രീയ പ്രവേശനം എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള, അതായത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കാൻ വേണ്ടിയായിരുന്നു എന്നുള്ളത് വാസ്തവം തന്നെയാണ്. AIDMKയുടെ പതനം ശരിക്കും പറഞ്ഞാൽ ഉണ്ടായി കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ DMK വേഴ്സസ് BJP എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത്. AIDMK BJPയെ ഒപ്പം കൂട്ടിയതിനു ശേഷം AIDMKയ്ക്ക് ഉണ്ടായ നഷ്ടങ്ങൾ വളരെ വലുതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അവിടുത്തെ നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ AIDMKയുടെ സ്പേസ് കൂടി BJP ഒക്കുപൈ ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. സാധാരണയായി ദ്രാവിഡ കക്ഷികൾ ഏറ്റുമുട്ടുന്ന മണ്ണിൽ AIDMKയ്ക്ക് പകരമായി BJP എന്ന ദേശീയ പാർട്ടി, അതായത് ഭരണത്തിലുള്ള പാർട്ടി, അവിടെ DMKയുമായി പല സീറ്റുകളിലും നേർക്കുനേർ മത്സരം കാഴ്ചവെക്കുന്ന ഒരു രാഷ്ട്രീയ സംഭവ വികാസം അവിടെ അരങ്ങേറുകയുണ്ടായി. അന്നാമലൈ ഇക്കുറി തമിഴ്നാട്ടിൽ കൃത്യമായി തന്നെ അദ്ദേഹം മത്സരിക്കാൻ തിരഞ്ഞെടുക്കുന്നത് തമിഴ്നാട്ടിലെ തന്നെ വിജയിച്ചിട്ടുള്ള, അതായത് BJPയുടെ പൊൻ രാധാകൃഷ്ണൻ 2014 വിജയിച്ചിട്ടുള്ള കന്യാകുമാരി ലോക്സഭാ സീറ്റായിരിക്കുമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. കന്യാകുമാരി ലോക്സഭാ സീറ്റിലോ അല്ലെങ്കിൽ കോയമ്പത്തൂരിലോ ഒരുപക്ഷെ മത്സരിക്കാൻ സാധ്യതയുണ്ട്. കന്യാകുമാരിയിലോ കോയമ്പത്തൂരിലോ ആണെങ്കിൽ വിജയ സാധ്യതയുണ്ട് എന്ന രീതിയിലേക്ക് അന്നാമലൈ ചുവടുവെക്കുകയാണ്. തമിഴ്നാട്ടിൽ നിന്ന് കുറഞ്ഞത് 5 സീറ്റുകളെങ്കിലും BJPക്ക് ഒപ്പിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലേക്കാണ് അന്നാമലൈ അവിടെ ഫൈറ്റ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ സ്റ്റാലിൻ കൃത്യമായി കാര്യങ്ങൾ മുന്നൊരുക്കങ്ങൾ നടത്തിയിരിക്കുകയാണ്. DMK സഖ്യം, അതായത് ഇന്ത്യ സഖ്യം അവിടെ ബഹുഭൂരിപക്ഷം തൂത്തുവാരുന്ന രീതിയിൽ, അതായത് കഴിഞ്ഞ തവണ 39-ൽ 37 സീറ്റുകളും ജയിച്ചെങ്കിൽ ഇക്കുറിയും അതുപോലൊരു ചരിത്ര വിജയം ആവർത്തിക്കാൻ വേണ്ടിയാണ് സ്റ്റാലിൻ്റെ മുന്നണി സംവിധാനം തന്നെ ഒരുക്കിയിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് തീവ്രമായ ശ്രമങ്ങൾ നടത്തുന്നത്. കഴിഞ്ഞ തവണ 52% വോട്ടാണ് സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ് മുന്നണി സഖ്യത്തിന് കിട്ടിയതെങ്കിൽ ഇക്കുറി അത് 60-ലേക്ക് ഉയർത്താൻ വേണ്ടി, 60-ഓ 60-ൽ കൂടുതലോ ഈ വോട്ട് ശതമാനം ഉയർത്താൻ വേണ്ടി തന്നെയാണ് സ്റ്റാലിൻ്റെ ശക്തമായിട്ടുള്ള തീരുമാനം. അതിനുവേണ്ടിയുള്ള ദൃഢമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ടിയാണ് സ്റ്റാലിൻ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കുറച്ചുകൂടി അഗ്രഗണ്യമായി തന്നെ കാര്യങ്ങൾ നീക്കുന്നത്. സ്റ്റാലിൻ ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥി പട്ടിക ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പാർട്ടി പ്രവർത്തകരിലേക്ക് കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ സംജാതമാക്കാൻ അറിയിപ്പ് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. ഉടൻ തന്നെ, വൈകാതെ തന്നെ, ഒരു 2 ആഴ്ചക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്ന രീതിയിലേക്ക്, ആദ്യഘട്ടം സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരുന്ന രീതിയിലേക്ക് തന്നെയായിരിക്കും സ്റ്റാലിൻ അവിടെ നിർദ്ദേശങ്ങൾ നൽകുന്നത് എന്ന് വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. തമിഴ്നാട്ടിൽ മൊത്തം 39 ലോക്സഭാ സീറ്റുകളിൽ ആദ്യത്തെ 16 ലോക്സഭാ സീറ്റുകളുടെ സ്ഥാനാർത്ഥി പട്ടിക 2 ആഴ്ചയ്ക്കുള്ളിൽ വരും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്.